ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രോമോയാണ് വന്നിട്ടുള്ളത്. സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായോ? ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രോമോ തന്നെയായിരുന്നു അത്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പൊ വീഡിയോ ഏതെങ്കിലും കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇന്ന് പ്രോമോ വന്നിട്ടുണ്ട്. പ്രോമോക്കകത്താണെങ്കിൽ സിബിൻ ആണെങ്കിൽ ഇത് മറ്റേ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് പുറത്തു പോയിട്ട് കാണിക്കുന്നുണ്ട്. ഇന്ന് ഓൾറെഡി സിബിൻ ആണെങ്കിൽ നമ്മുടെ കൺഫെഷൻ റൂമിലൊക്കെ പോയി, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിനൊക്കെ കണ്ട് ഓക്കെ ആയി. ഞാൻ ഇനി ജനങ്ങൾ എന്നെ പറഞ്ഞിടുന്നവരെ ഞാൻ എന്തായാലും കാണും എന്നൊക്കെ പറഞ്ഞു വന്ന ആളാണ്. ഇനി ഗെയിം നല്ല രീതിയിൽ കളിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇന്നത്തെ പ്രോമോ കണ്ടപ്പോ അങ്ങനെ ഒന്നുമല്ല. ഭയങ്കര എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ട് വീണ്ടും ഇന്ന് എങ്ങനെയാണോ കാണിച്ചത് എല്ലാ ക്യാമറയിലും പോയി പറയുന്നുണ്ട് എനിക്ക് പോണം, എന്നെ കൺഫെഷൻ റൂമിൽ വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് ആണെങ്കിൽ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നു. അവിടെ ചെന്നിട്ട് പോണെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റേ ബ്ലൈൻഡ്സ് ഇട്ട് പുറത്തോട്ട് പോകുന്ന ഒരു പ്രോമോയാണ് കണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഈ സീസൺ 6 എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. കാരണം ആരൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ അവരൊക്കെ ഈ സീസണിൽ നിന്ന് പുറത്തായിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ ഒന്നും ജനങ്ങൾ ഔട്ടായിട്ടല്ല, പക്ഷെ ഏതെങ്കിലും ഒരു കാരണത്താൽ അവരെല്ലാം പുറത്തോട്ട് പോകുന്നവരാണ് കാണുന്നത്. ഇനി എന്താവും എന്ന് ഒരു പിടുത്തമില്ല. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി സിബിൻ തിരിച്ചു വരുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്റെ തോന്നൽ മാത്രമാണ് കേട്ടോ. അത് ശരിക്കും കൺഫേം ആയ ന്യൂസ് ഒന്നല്ല. കാരണം ഓർക്കുന്നുണ്ടോ സീസൺ 3 അതായത് മണിക്കൂറിന് ഇതുപോലെ ലാലേട്ടന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ദിവസം കൊണ്ട് പറയുന്നുണ്ട് പോണം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബിഗ് ബോസ് വിളിച്ചു. എന്നിട്ട് കൺഫെഷൻ റൂമിൽ പോയി. അവിടെ ചെന്നിട്ടും ബിഗ് ബോസ് ചോദിച്ചിട്ടും എനിക്ക് പോണം എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് അന്ന് മണിക്കുട്ടൻ പറഞ്ഞതിന് ശേഷം പിന്നെ ബിഗ് ബോസ് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടതുപോലെ തിരിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാസ് എൻട്രി ആയിട്ട് നമ്മുടെ മണിക്കുട്ടൻ തിരിച്ചു വന്നായിരുന്നു. അതുപോലെ ഇനി സിബിൻ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല. പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ തോന്നുന്നു തിരിച്ചു വരും എന്നൊരു എന്തോ മനസ്സിലങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. കാരണം സിബിൻ ഒരു നല്ലൊരു പ്ലെയർ ആയിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ സിബിൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയതിന് ഏറ്റവും വലിയ കാരണം ബിഗ് ബോസ് തന്നെയാണ്. കാരണം വേറൊന്നല്ല, അവൻ തെറ്റ് ചെയ്തു. അതായത് സിബിൻ അവിടെ തെറ്റ് ചെയ്തു, ശരിയാണ്, പണിഷ്മെന്റ് കൊടുക്കണം. പക്ഷെ അത് കൊടുത്തു. പക്ഷെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ സിബിനിലോട്ട് മാത്രം, അതായത് സിബിന്റെ തെറ്റുകളും സിബിനെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളും മാത്രം ഒരാളെ തന്നെ നമ്മളിങ്ങനെ കൂടുതൽ അടിച്ചു താഴ്ത്തുമ്പോ എന്തായാലും നമ്മളാണെങ്കിൽ പോലും മെന്റലി ഡൗൺ ആയി പോകും അല്ലേ. ഉറപ്പായിട്ടും അതാണ് അവിടെ സിബിൻ സംഭവിച്ചു പോയത്. കാരണം ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അന്നത്തെ ഒരു ദിവസം, അതായത് സാറ്റർഡേ എപ്പിസോഡ് ഫുൾ സിബിനെ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും അതെ സിബിനുള്ള അത് ഇതെല്ലാം വീഡിയോസ് കാണിക്കുന്നു. അപ്പൊ മാനസികമായിട്ട് ഓൾറെഡി എന്തായാലും സിബിൻ തകർന്നു പോയി അവിടെ എന്തായാലും. അപ്പൊ ഓൾറെഡി നമുക്ക് മനസ്സിനകത്തൊരു ഭയങ്കരമായ ചിന്തകളൊക്കെ കടന്നു പോകും. ഞാൻ തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണോ, പ്രേക്ഷകർക്ക് നെഗറ്റീവ് ആണോ എന്നുള്ളൊരു തോട്ടും. പിന്നെ സിബിനോട് തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തോ എന്റെ പഴയ ട്രോമകളൊക്കെ വരുന്നു. ചിലപ്പോ ഇതിന് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ വന്ന് മാനസികമായി തളർന്നു പോയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും സിബിൻ ഒരിക്കലും അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകേണ്ട ഒരാളല്ല. കാരണം നല്ലൊരു ഗെയിമറാണ്, നല്ല ഗെയിം പ്ലാനോട് കൂടി വന്ന ഒരാളായിരുന്നു സിബിൻ. അപ്പൊ അങ്ങനെ സിബിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ബിഗ് ബോസ് തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരിക്കലും സിബിൻ അവിടെ നിന്ന് പോവില്ല. ഇനി നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു മാക്സിമം എന്തായാലും ബിഗ് ബോസ് സിബിനെ പുറത്താക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ശ്രമിക്കുന്നത്. കാരണം സിബിൻ ഓൾറെഡി പൂജ പോയി. ഇനിയിപ്പോ സിബിനും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിന്റെ അവസ്ഥ എന്ന് പറയുന്ന ഒരു മരണ വീട്ടിൽ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ലൈവ് കണ്ടപ്പോഴും എപ്പിസോഡ് കണ്ടപ്പോഴും മനസ്സിലായി കാണാം. പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. അവിടെ കുറെ ആൾക്കാർ അവിടെ നിന്ന് വർത്താനം പറയുന്നു, കുറച്ച് പേര് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 9 മണി ആയില്ല തോന്നുന്നു. അതിന് മുന്നേ തന്നെ ലൈറ്റ് ഒക്കെ പോയിട്ട് എല്ലാവരും ഉറക്കമായി. അവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല. എല്ലാവരും എന്തോ ഒരു വിനോദ സഞ്ചാരത്തിന് വന്നിട്ടുള്ള ഒരു ക്ഷീണം വന്നു ഉറങ്ങുന്നു, അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ച് പ്രോമോ ഇല്ല. പ്രോമോ ഒക്കെ കണ്ടായിരുന്നു. അതായത് ദന്ത സംരക്ഷണത്തെ കുറിച്ചുള്ള പ്രോമോ ഒക്കെയാണ്. ഒരു ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ എന്നായിരുന്നു ആലോചിച്ച് നോക്കണം കേട്ടോ. ഒരു പ്രോമോ ഇടുന്നത് അങ്ങനത്തെ പ്രോമോ ഒക്കെ ആയിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ. അത് എന്തായാലും സിബിൻ തിരിച്ചു വരുന്ന തന്നെയാണ് ഉറപ്പ്. കാരണം ഒരു 90% നമുക്ക് എന്തായാലും ഉറപ്പിക്കാം സിബിൻ തിരിച്ചു വരുന്നത്. കാരണം വേറൊന്നല്ല, ഇതുവരെയും സിബിൻ ക്വിറ്റ് ചെയ്തു അല്ലെങ്കിൽ സിബിൻ ആയി എന്നുള്ളൊരു കൺഫേംഡ് ന്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഓൾറെഡി അവിടെ നടന്ന ഒരു സംഭവമാണ്. അതായത് സിബിൻ പുറത്ത് പോയി ഓൾറെഡി ഇന്ന് നടന്ന ഒരു കാര്യമാണ്. പുറത്ത് പോയെങ്കിൽ നമുക്ക് എന്തായാലും ന്യൂസ് കിട്ടേണ്ടതാണ്. പക്ഷെ പുറത്തോട്ട് പോയിട്ടുണ്ട് എന്തായാലും, അത് ഉറപ്പാണ്. പക്ഷെ തിരിച്ചു വരും എന്നുള്ളത് ഒരു 90% നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. അപ്പൊ സിബിന്റെ ഒരു മാസ് റീ എൻട്രിക്ക് വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു കൺഫേംഡ്, അതായത് ഒരു 100% കൺഫേംഡ് ആയി ന്യൂസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇന്ന് എന്തായാലും പുതിയ വീഡിയോ എന്തായാലും ഇടാം. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പൊ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.